വെൽക്കം ടു ഗ്രേസ് പാത്ത്. ഈയിടെയായി ലാബുകളിലേക്ക് വരുന്ന റിക്വസ്റ്റുകളിൽ സ്ഥിരമായി ഇടം പിടിച്ചിരിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ലെവൽ ടെസ്റ്റ്. ടെസ്റ്റ് ചെയ്താലോ മിക്ക രോഗികൾക്കും വൈറ്റമിൻ ഡി ലെവൽ ആവശ്യമുള്ളതിനേക്കാൾ കുറഞ്ഞ അളവിലായിരിക്കും കാണുക. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ 4-ൽ 1 വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ്, പ്രത്യേകിച്ചും 25 വയസ്സിന് താഴെയുള്ളവർക്ക്. സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളുടെ ഗണത്തിൽപ്പെടുന്ന ഇത് തൊലിപ്പുറത്ത് സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് ബി രശ്മികൾ പതിക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡിയിൽ 80% ഇതുപോലെ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കൂടാതെ 20% ചില ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. സൂര്യപ്രകാശത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിലും ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണെങ്കിലും ഇത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും ശരീരത്തിൽ ആദ്യം ഉണ്ടാവുക. പിന്നീട് നമ്മുടെ കരളിലും വൃക്കയിലും നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഇത് ആക്റ്റീവ് ഫോമിലേക്ക് ആകുന്നു. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കൊഴുപ്പിന്റെ സഹായത്തോടെ ചെറുകുടലിൽ നിന്നാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. രക്തത്തിലെ കാൽഷ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും അളവ് കൃത്യമായി നിലനിർത്തുന്നതാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാനമായ ധർമ്മം. അതുവഴി പല്ലുകളുടെയും എല്ലുകളുടെയും മറ്റു ആരോഗ്യം നിലനിർത്തപ്പെടുന്നു. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ സെൽ ഗ്രോത്ത് മോഡുലേഷനും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനും എല്ലാം വൈറ്റമിൻ ഡി നല്ല ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രണ വിധേയമാക്കുക, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് പ്രോപ്പർലി കൺട്രോൾ ചെയ്ത് നിർത്തുക, ചിലതരം ക്യാൻസറുകളെ പ്രിവെൻറ്റ് ചെയ്യുക, ഇതെല്ലാം വൈറ്റമിൻ ഡിയുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഡി അറിയപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഡെയിലി ആവശ്യമുള്ള വൈറ്റമിൻ ഡിയുടെ അളവ് മുതിർന്ന വ്യക്തികളിൽ 600 ഇന്റർനാഷണൽ യൂണിറ്റ്സും ഒരു 70 വയസ്സ് കഴിഞ്ഞവർക്ക് 800 ഇന്റർനാഷണൽ യൂണിറ്റ്സുമാണ്. ഡെയിലി ആവശ്യമുള്ള ഈ വൈറ്റമിൻ ഡിയുടെ 80% നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ശരീരം സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. എന്നാൽ നമ്മൾ കരുതിയിരിക്കുന്നത് പോലെ ഇളം വെയിൽ കൊള്ളുന്നത് ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് ഫലപ്രദമാവുകയില്ല. രാവിലെ 10-നും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കും ഇടയിലുള്ള വെയിലിലാണ് അൾട്രാ വയലറ്റ് ബി രശ്മികൾ കൂടുതലായി ഉള്ളത്. ഈ അൾട്രാ വയലറ്റ് ബി രശ്മികളാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനായി സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 10-നും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കും ഇടയിലുള്ള സൂര്യപ്രകാശം 15 മുതൽ 30 മിനിറ്റ് വരെ നമ്മുടെ മുഖം, കൈകാലുകൾ ഇവിടെയൊക്കെ ഏൽക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള 80% വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കും. ഇങ്ങനെ ദിവസേന സൂര്യപ്രകാശം ഏൽക്കുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുകയോ ചെയ്യുന്നത് മതിയാകും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡി ലഭിക്കാൻ ഇത് ഇടയാക്കും. എന്നാൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരിൽ ഇത്തരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ കൂടി വെയിലേൽക്കുന്നവർക്കും അൾട്രാവയലറ്റ് ബി രശ്മികൾ ഈ ഗ്ലാസ്സിൽ കൂടി കടന്നു വരികയില്ല എന്നുള്ളത് കൊണ്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് നടക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ കുട പിടിച്ചു പോവുക, ശരീരം കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ഇടുക, അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർ, ഡാർക്ക് സ്കിന്നുള്ളവർ, ഇവരൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് അളവ് കുറവായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആവശ്യമുള്ളത്ര വൈറ്റമിൻ ഡി ഇത്തരക്കാരിൽ ഉണ്ടാകണമെന്നില്ല. ഇനി വൈറ്റമിൻ ഡി ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക എന്ന് നോക്കാം.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൻ്റെ 20% വൈറ്റമിൻ ഡി നമുക്ക് ആഹാര പദാർത്ഥങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. നമ്മളൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന മത്തി, അയല, ചൂര, നെയ്മീൻ ഇവയിലെല്ലാം വൈറ്റമിൻ ഡി ഉണ്ട്. അതുകൂടാതെ മീനെണ്ണ, ബീഫ് ലിവർ, മുട്ടയുടെ മഞ്ഞക്കരു, പാൽക്കട്ടി, ചീസ്, പിന്നെ വെജിറ്റേറിയൻ ഫുഡായിട്ട് പറയുകയാണെങ്കിൽ ചിലതരം പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മഷ്റൂം, കൂൺ ഇവയിലെല്ലാം വൈറ്റമിൻ ഡി ഉണ്ട്. കൂടാതെ ചില ആഹാര പദാർത്ഥങ്ങൾ നമുക്ക് വൈറ്റമിൻ ഡി ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്ന് പറയുക. ഉദാഹരണത്തിന് പാല്, പിന്നെ യോഗട്ട്, അതുപോലെ തന്നെ ചിലതരം ധാന്യങ്ങൾ, സിറിയൽസ് ഇവയെല്ലാം നമുക്ക് വൈറ്റമിൻ ഡി ആഡ് ചെയ്ത് ഫോർട്ടിഫൈഡ് ഫുഡ് പ്രോഡക്ട്സ് ആയിട്ട് ലഭിക്കും. അവ ഉപയോഗിക്കുന്നതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി വൈറ്റമിൻ ഡി ലെവൽസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുക, ആ റിപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ലാബുകളിലുള്ള വ്യത്യാസം അനുസരിച്ച് വൈറ്റമിൻ ഡി റിപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിലും വ്യത്യാസം വരാം. ചില ലാബുകൾ നാനോ മോൾസ് പെർ ലിറ്റർ എന്ന യൂണിറ്റിലും മറ്റ് ചില ലാബുകൾ നാനോഗ്രാം പെർ മില്ലി ലിറ്റർ എന്ന യൂണിറ്റിലുമായിരിക്കും വൈറ്റമിൻ ഡി റിപ്പോർട്ട് ചെയ്യുക. ഒരു നാനോ മോൾ പെർ ലിറ്റർ 0.4 നാനോഗ്രാം പെർ മില്ലി ലിറ്ററിന് തുല്യമാണ്. ഇനി വൈറ്റമിൻ ഡി റിപ്പോർട്ട് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 30 മുതൽ 50 വരെ നാനോഗ്രാം പെർ മില്ലി ലിറ്റർ അളവിൽ വൈറ്റമിൻ ഡി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അത് സഫീഷ്യൻ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ 30 മുതൽ 100 വരെ ആണെങ്കിലും 100 വരെയൊക്കെ സാധാരണ കാണാറില്ല. 30 മുതൽ 50 വരെ ഉണ്ടെങ്കിൽ അത് സഫീഷ്യൻ്റ് ആണ്. ഇനി നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ലെവൽ 20നും 29നും ഇടയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ആ വൈറ്റമിൻ ഡി ലെവൽ ഉയർത്താനുള്ളൊരു ശ്രമം ഉണ്ടാകണം. നമ്മൾ കുറച്ചുകൂടി സൂര്യപ്രകാശത്തിന് എക്സ്പോസ്ഡ് ആവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ആഹാരം നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടണം. ഫോർട്ടിഫൈഡ് ഫുഡ് പ്രൊഡക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിൽക്ക്, യോഗട്ട്, സിറിയൽസ് അങ്ങനെ അതും ഉപയോഗിക്കാം. എങ്ങനെയെങ്കിലും ഈ വൈറ്റമിൻ ഡി ലെവൽ കുറച്ചുകൂടി ഉയർത്തി നിർത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. സഫീഷ്യൻ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം വേണം. ഇനി വൈറ്റമിൻ ഡിയുടെ അളവ് 20 നാനോഗ്രാം പെർ മില്ലി ലിറ്ററിലും കുറവാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുകയും വേണം. ഇനി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആർക്കൊക്കെയാണ് ഉണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 80% വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ശരീരം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശത്തിനോട് എക്സ്പോസ്ഡ് ആവാതെ ഇരിക്കുന്ന ആളുകളിലായിരിക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുതലായിട്ട് ഉണ്ടാവുക. നമുക്കറിയാം, നമ്മൾ ഭൂരിപക്ഷം പേരും ജോലി സംബന്ധമായും മറ്റും ഈ രാവിലെ 10നും 3നും ഇടയ്ക്കുള്ള സമയത്ത് ഓഫീസുകളിലോ വീടുകളിലോ ഉള്ളിൽ തന്നെ ആയിരിക്കും. നമുക്കിങ്ങനെ ചിലപ്പോൾ സൂര്യപ്രകാശത്ത് ഇറങ്ങുന്നത് സാധ്യമായിരിക്കുകയില്ല. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും സ്കൂളുകളിലായിരിക്കാം, വീടുകളിൽ തന്നെ ആണെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് അവർ ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് കളിച്ച് വീടിനുള്ളിൽ തന്നെ ആയിരിക്കും. പുറത്തു പോയി കളിക്കുന്നത് കുറവാണ്. പിന്നെ അഥവാ പുറത്ത് പോകുന്നവരാണെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കുട ഉപയോഗിക്കുകയോ കഴിയുന്നതും വാഹനങ്ങളിൽ തന്നെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് മൂലം സൺലൈറ്റ് എക്സ്പോസ്ഡ് ആവുന്നത് വളരെ കുറവായിരിക്കും. ഈ ഒരു ജീവിതശൈലി കൊണ്ടാണ് ഈ ഇടയായിട്ട് നമ്മുടെ ആളുകളിൽ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇത്ര സാധാരണയായി വരാനായിട്ട് കാരണം. പിന്നെ മറ്റൊരു വിഭാഗം ഫുഡ് ഇൻടേക്കിൽ വൈറ്റമിൻ ഡി ആഡിക്വേറ്റ് ആയിട്ട് ഇല്ലാത്തവരാണ്. അവരിൽ പ്രധാനമായിട്ടും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് ചെറിയ കുട്ടികളാണ്. അതായത് അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫോർട്ടിഫൈഡ് സിറിയൽസും മറ്റും ഉപയോഗിക്കുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാതെ സഹായിക്കും.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇനാക്റ്റീവ് ഫോമിൽ വൈറ്റമിൻ ഡി ആദ്യം ഉണ്ടാവുക അത് കിഡ്നിയിലും ലിവറിലും നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങൾ, നമ്മളതിന് ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയും, അങ്ങനെയാണ് ആക്റ്റീവ് ഫോമിലേക്ക് മാറുക. അപ്പോൾ നമ്മുടെ കിഡ്നിക്കോ ലിവറിനോ എന്തെങ്കിലും രോഗമുള്ള അവസരങ്ങളിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വൈറ്റമിൻ ഡി ആക്റ്റീവ് ഫോമിലേക്ക് ആകുന്നില്ല. പിന്നീട് നമ്മൾ പറഞ്ഞൊരു കാര്യം, കൊഴുപ്പിൻ്റെ സഹായത്തോടെ ചെറുകുടലിലാണ് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സ്റ്റാറ്റിൻ ഗുളികകളും മറ്റും കഴിക്കുന്നവർക്ക് ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ചെറുകുടലിന് എന്തെങ്കിലും രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ച് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് തുടങ്ങിയ രോഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അമിതവണ്ണത്തിന് വേണ്ടി ചെയ്യുന്ന സർജറി, ബാരിയാട്രിക് സർജറിയിൽ ഈ ചെറുകുടലിൻ്റെ ഒരു ഭാഗവും നീക്കം ചെയ്യുക മൂലം ഈ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷനിൽ ഉണ്ടാകുന്ന കുറവ് മൂലവും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാം. പിന്നീട് പ്രായമായവരിൽ അവർക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാനുള്ള കഴിവ് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ അവരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്നവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ നേരത്തെ കൊളസ്ട്രോളിൻ്റെ മരുന്ന്, സ്റ്റാറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റേതെങ്കിലും രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് സ്റ്റിറോയിഡ് ഗ്രൂപ്പിലുള്ള മരുന്നുകൾ എടുക്കുന്നവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്? കുട്ടികളിൽ സിവിയർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി റിക്കറ്റ്സ് എന്നൊരു രോഗത്തിന് കാരണമാകും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പ്രധാനമായും നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനെയാണ് ബാധിക്കുക. കുഞ്ഞുങ്ങളിൽ വളർച്ചക്കുറവുണ്ടാകാം. അതുപോലെ തന്നെ അസ്ഥികളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അസ്ഥികൾക്ക് വേദന, അതുപോലെ തന്നെ ചെറിയ തട്ടലോ മുട്ടലോ ഉണ്ടായാൽ തന്നെ ഒടിവുണ്ടാകാനുള്ള സാധ്യത, വളവ്, അസ്ഥികൾക്കുണ്ടാകുന്ന വളവ്, അതുപോലെ തന്നെ നമ്മുടെ മസിൽ പെട്ടെന്ന് കോച്ച് പിടിക്കുന്ന അവസ്ഥ, മസിൽ ക്രാംസ് എന്ന് പറയും, അത് ഉണ്ടാകാം. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് രക്തത്തിൽ വളരെയധികം കുറയുന്നത് കൊണ്ട് അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പല്ലുകളും പെട്ടെന്ന് ഒടിഞ്ഞു പോകാനും കൊഴിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് അമിതമായ ക്ഷീണം, ശ്രദ്ധക്കുറവ്, അത് തന്നെ പഠന വൈകല്യങ്ങളിലേക്ക് നയിക്കാം. അതുപോലെ തന്നെ ഓർമ്മക്കുറവ് ഒക്കെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രായമായ ആളുകളിൽ ഇതുപോലെ തന്നെ അസ്ഥിക്ക് ഉണ്ടാകുന്ന വീക്ക്നെസ് കാരണം നടുവേദന, ദേഹം മുഴുവൻ ആയിട്ടുള്ള വേദന ഉണ്ടാകാം, സന്ധികൾക്ക് വേദന ഉണ്ടാകാം. അതുപോലെ തന്നെ അവരുടെ പല്ലുകൾക്കും അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം. കുട്ടികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതുകൊണ്ട് അപസ്മാരം ഉണ്ടാകാം. നല്ല മസിൽ ക്രാംസ്, പേശികൾക്ക് ഉണ്ടാകുന്ന കോച്ചിപ്പിടുത്തം നല്ല രീതിയിൽ തന്നെ മുതിർന്നവർക്കും ഉണ്ടാകാം. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, അതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. അമിതമായ ക്ഷീണം, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, അതുപോലെ തന്നെ വിഷാദ രോഗങ്ങൾ പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ട് തന്നെ കൂടെ ഉണ്ടാകുന്ന അണുബാധ, അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് നമുക്കുണ്ടാകാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ ട്രീറ്റ് ചെയ്യാതെ കുറേ നാൾ നിൽക്കാനായിട്ട് ഇടയായാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കാം. അതുപോലെ തന്നെ പ്രമേഹം ഉണ്ടാകാം, രക്താതിസമ്മർദ്ദം ഉണ്ടാകാം. പഠനങ്ങൾ തെളിയിക്കുന്നത് ചിലതരം ക്യാൻസറുകൾ പോലും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാതെ കുറേ നാൾ നിൽക്കുന്നത് മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഈ വൈറ്റമിൻ ഡി ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്? 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അതുപോലെ സൂര്യപ്രകാശം അധികം കൊള്ളാത്തവർ, ഇവർക്കെല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ പിന്നെ ഒബീസ്, അമിത വണ്ണമുള്ളവർ, ഇവർക്കൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരക്കാർ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മിനിമം വർഷത്തിൽ ഒരിക്കലെങ്കിലുമോ അവരുടെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് നോക്കേണ്ടതാണ്.
വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർ ഒരു ഡോക്ടറുടെ സഹായത്തോടെ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിക്കവാറും ഡോക്ടർ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയായിരിക്കും ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു സിവിയർ ഡെഫിഷ്യൻസി എന്നാൽ 10-ലും താഴ്ന്നു പോകുന്നതാണ്, 10 നാനോഗ്രാം പെർ മില്ലി ലിറ്ററിലും താഴെ പോകുന്നതാണ് സിവിയർ ഡെഫിഷ്യൻസി. 20-ൽ താഴെ പോയാലും 20 നാനോഗ്രാം പെർ മില്ലി ലിറ്ററിന് താഴെ പോയാലും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതാണ്. മിക്കവാറും മുതിർന്ന ഒരാൾക്ക് 50,000 മുതൽ 60,000 വരെ ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടി വരും. അത് നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽ അനുസരിച്ച് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴോ, ചിലപ്പോൾ മാസത്തിലൊരിക്കലോ ആയിരിക്കും എടുക്കേണ്ടി വരിക. നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് നോർമലായി വരാൻ ഏകദേശം 4 മുതൽ 6 ആഴ്ച വരെ എടുക്കും. പിന്നീട് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ മാസത്തിലൊരിക്കലോ മറ്റോ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടും വരും. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ് വൈറ്റമിൻ ഡി ടോക്സിസിറ്റി. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാധാരണ ആഹാരങ്ങളിലൂടെയോ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെയോ വൈറ്റമിൻ ഡി ടോക്സിറ്റി ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കൃത്യമായ ടെസ്റ്റുകൾ ചെയ്ത് വൈറ്റമിൻ ഡി ലെവൽ നോക്കാതെ നമ്മൾ സ്വന്തം ആയി എടുക്കുമ്പോഴാണ് ഈ വൈറ്റമിൻ ഡി ടോക്സിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഡയൂററ്റിക്സ്, അതായത് മൂത്രം പോകാനുള്ള മരുന്നുകൾ, ഇത്തരം മരുന്നുകളും ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് വൈറ്റമിൻ ഡി ടോക്സിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വൈറ്റമിൻ ഡി ടോക്സിസിറ്റി, ആ ടോക്സിക് ലെവൽ എന്ന് പറയുന്നത് 100 നാനോഗ്രാം പെർ ml-ലും നമ്മുടെ വൈറ്റമിൻ ഡി കൂടുന്ന അവസരങ്ങളിൽ നമുക്ക് ടോക്സിറ്റി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഈ രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് വല്ലാതെ കൂടുന്നത് മൂലമാണ് ഈ വൈറ്റമിൻ ഡി ടോക്സിറ്റി മൂലമുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാകുക. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? വിശപ്പില്ലായ്മ, അമിതമായ ക്ഷീണം, ഛർദി, പിന്നെ വൃക്കയിൽ കല്ലുകൾ ഉണ്ടാവുക. ഇതൊക്കെയാണ് വൈറ്റമിൻ ഡി ടോക്സിസിറ്റിയുടെ സാധാരണ ലക്ഷണങ്ങൾ. ക്രമേണ ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെ തന്നെ തകരാറിലാക്കാനും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ താളത്തെ ബാധിക്കുന്ന കാർഡിയാക് അറിത്മിയാസ് ഉണ്ടാകും. ചിലപ്പോൾ അറ്റാക്സിയ, അതായത് നമ്മുടെ നടക്കുമ്പോൾ വശങ്ങളിലേക്ക് ചരിഞ്ഞു പോകുന്ന ഒരു അൺസ്റ്റഡിനെസ് ഓഫ് ഗെയിറ്റ്, അതെല്ലാം ഈ വൈറ്റമിൻ ഡി ടോക്സിസിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സൂര്യപ്രകാശത്തിനോട് അധികം എക്സ്പോസ്ഡ് ആകാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ളവർ, 70 വയസ്സ് മറ്റും കഴിഞ്ഞവർ, അല്ലെങ്കിൽ അമ്മയുടെ പാൽ മാത്രം കുടിക്കുന്ന ചെറിയ കുട്ടികൾ, പിന്നെ ഗർഭിണികൾ, ഇവരൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ ചെയ്യേണ്ടത് സൂര്യപ്രകാശത്തിനോട് എക്സ്പോസ്ഡ് ആവാൻ കഴിയുന്നവർ അതിനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. വൈറ്റമിൻ ഡി ലെവൽ നോർമലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതുതന്നെയാണ്. അതിന് സാധ്യമല്ലാത്തവർ വൈറ്റമിൻ ഡി ലെവൽസ് 6 മാസത്തിലൊരിക്കലോ മിനിമം വർഷത്തിലൊരിക്കലോ എങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും ലെവൽ 30-ന് താഴെ പോകുന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഫുഡ്സ്, ഫോർട്ടിഫൈഡ് ഫുഡ്സ് അതൊക്കെ യൂസ് ചെയ്ത് വൈറ്റമിൻ ഡിയുടെ ലെവൽ നോർമലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വൈറ്റമിൻ ഡി ലെവൽ 20 നാനോഗ്രാം പെർ മില്ലി ലിറ്ററിലും താഴെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രീറ്റ് ചെയ്യപ്പെടാതെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറേ നാളുകൾ നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.